ഇക്കഴിഞ്ഞ നവംബർ 19-ന് മലപ്പുറം തിരൂരങ്ങാടിയിലെ കൊടിഞ്ഞി ഗ്രാമം ഉണർന്നെണീറ്റത് ദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. റോഡരികിൽ വെട്ടേറ്റ് ചോര വാർന്നു കിടന്ന മൃതദേഹം വഴിപോക്കരാണ് ആദ്യം കണ്ടത്. ഉത്സാഹിയായ ചെറുപ്പക്കാരനെ അറിയാത്തവർ ആ നാട്ടിൽ അധികമാരുമില്ലാത്തതുകൊണ്ട് ആളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തു നിന്നും ട്രെയിനിലെത്തുന്ന ഭാര്യാപിതാവിനെയും അമ്മയെയും കൂട്ടാൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുലർച്ചെ ഓട്ടോറിക്ഷയുമെടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഫൈസൽ. കൊലപാതക വാർത്തയറിഞ്ഞ് ഉറ്റവരും അയൽവാസികളും ഞെട്ടിത്തരിച്ചു. എന്നാൽ അരുംകൊലയ്ക്കു പിന്നിൽ ആരെന്നറിയാത്തവർ ചുരുക്കമായിരുന്നു. ആരാണ് കൊലപാതകത്തിനു പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പോലീസിന് അന്വേഷണവും വേഗത്തിലാക്കാൻ കഴിഞ്ഞു. കൊലപാതകികളെയും കൊല ആസൂത്രണം ചെയ്തവരെയും കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു. പ്രതികളെ കണ്ടെത്തുക മാത്രമായിരുന്നു പോലീസിന്റെ ജോലി. പഴുതടച്ചുള്ള അന്വേഷണത്തിൽ നരാധമന്മാർ ഓരോരുത്തരായി കുടുങ്ങി. ഇനി ഒരാൾ കൂടി ബാക്കി. പോലീസ് ഇയാൾക്കു പിന്നാലെ തന്നെയുണ്ട്. 8 മാസം മുമ്പ് കൊടിഞ്ഞി സ്വദേശി അനിൽകുമാർ മതം മാറി ഫൈസൽ എന്ന പേര് സ്വീകരിച്ചതോടെ തന്നെ അണിയറയിൽ ആ ചെറുപ്പക്കാരനെ വകവരുത്താനുള്ള ആസൂത്രണങ്ങളും ആരംഭിച്ചിരുന്നു. 3 വർഷം മുമ്പാണ് നിർധന കുടുംബാംഗമായ അനിൽകുമാർ ജീവിതമാർഗം തേടി സൗദിയിലേക്ക് വിമാനം കയറിയത്. മരുഭൂമിയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിലായിരുന്നു ജോലി. സത്യസന്ധനായ ചെറുപ്പക്കാരൻ അറബിയുടെ വിശ്വാസം ആദ്യമേ നേടിയെടുത്തു. തരക്കേടില്ലാത്ത ശമ്പളം ലഭിച്ചു തുടങ്ങി. സാമ്പത്തിക പ്രയാസങ്ങൾ ഓരോന്നായി പരിഹരിച്ചു തുടങ്ങി. സഹോദരിമാരുടെയും മറ്റും ബുദ്ധിമുട്ടുകൾക്കായിരുന്നു ആദ്യ പരിഗണന. കയറിക്കിടക്കാൻ കൂരയില്ലാതിരുന്ന സഹോദരിക്കും ഭർത്താവ് വിനോദിനും സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുത്തു. അപ്പോഴും സ്വന്തം ഭാര്യയും ചിറകുമുളയ്ക്കാത്ത 3 മക്കളും അമ്മയും അച്ഛനും അടങ്ങുന്ന വലിയൊരു കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. സ്വന്തമെന്ന വിചാരങ്ങൾക്ക് അനിൽകുമാർ ഒടുവിലാണ് സ്ഥാനം നൽകിയത്. ഇതിനിടയിൽ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായ അനിൽകുമാർ സൗദിയിൽ വെച്ച് തന്നെ മതത്തെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അവിടെ വെച്ച് തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. വീട്ടിൽ അമ്മയോടും ഭാര്യയോടും അനുവാദം വാങ്ങിയ ശേഷമായിരുന്നു മതപരിവർത്തനം. ഇരുവരും ഇഷ്ടമറിയിക്കുകയും ചെയ്തു. വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഒരു കോൾ ഇവിടുന്ന് വന്ന്. അപ്പോൾ വന്നിട്ട് ഇവനൊരു ബെർലിൻ വെപ്രാളം പോലെ ഫോൺ എടുത്തുകൊണ്ട് പറയാൻ നേരമില്ലാതെ ഫോൺ എടുത്തുകൊണ്ട് അങ്ങാടിക്ക് അങ്ങോട്ട് ഒരു ബേജാറ് ഒരു ഓട്ടമൊക്കെ കൂടി ഉണ്ട്. പക്ഷേ ബന്ധുക്കളിൽ ചിലരും നാട്ടുകാരും അതത്ര ലളിതമായല്ല ഏറ്റെടുത്തത്. അനിൽ മതം മാറി ഫൈസലായതോടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് വിനോദടക്കം പ്രതിഷേധമറിയിച്ചു. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഭാര്യയെയും സഹോദരിയെയും വഴിയിൽ തടഞ്ഞു നിർത്തി നാട്ടുകാരിൽ ചിലരും ഭീഷണി തുടങ്ങി. ഇതിനിടയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനത്തോടെ ഫൈസൽ 3 മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയത്. ഈ വരവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യയും മക്കളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതോടെ ഫൈസലിന്റെ ജീവിതത്തിന് പൂർണ്ണവിരാമമിടാൻ അണിയറയിൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. സഹോദരി ഭർത്താവ് വിനോദടക്കം പലരും ഫൈസൽ അധികകാലമില്ലെന്ന ഭീഷണി പല രൂപത്തിൽ ഉയർത്തുകയും ചെയ്തു. മരണം മുന്നിൽ തന്നെയുണ്ടെന്ന് ഫൈസലിനും അറിയാമായിരുന്നു. എന്നിട്ടും ആ യുവാവ് പതറാതെ നിന്നു. കഴിഞ്ഞ നവംബർ 19-ന് പുലർച്ചെ കൊടിഞ്ഞിയിൽ വെച്ച് ഫൈസൽ വെട്ടേറ്റു മരിച്ചു. പിറ്റേന്ന് സൗദിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഇരുളിന്റെ മറവിൽ പതിയിരുന്ന കൊലയാളികൾ ആ യുവാവിന് നിർദ്ദയം വധശിക്ഷ വിധിച്ചത്. സഹോദരി ഭർത്താവ് വിനോദടക്കമുള്ളവരാണ് ഫൈസലിനെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്. ഫൈസൽ കൂടുതൽ ആളുകളെ മതം മാറ്റുമെന്ന് കരുതിയാണ് ജീവനെടുക്കാൻ തീരുമാനിച്ചത്. സ്ഥലത്തെ RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് മുൻകൈയെടുത്തത്. മരുഭൂമിയിൽ ചോര നീരാക്കി ഫൈസൽ പണിതുകൊടുത്ത വീട്ടിലിരുന്ന് വിനോദ് ഭാര്യാ സഹോദരന്റെ നീക്കങ്ങൾ വാളുമായി കാത്തിരുന്ന കൊലയാളികൾക്ക് അറിയിച്ചു കൊടുത്തു. അവർ വധം നടപ്പാക്കി. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസിന് ആദ്യമേ തന്നെ വ്യക്തമായിരുന്നു. ആദ്യഘട്ട അന്വേഷണത്തിൽ സഹോദരി ഭർത്താവ് വിനോദ്, വിമുക്ത ഭടൻ ജയപ്രകാശ്, സജീഷ്, ഷാജി, ഹരിദാസ്, സുനി, പ്രദീപ്, ലിജീഷ് എന്നിവർ പിടിയിലായി. ഇവരിൽ നിന്നാണ് കൊലപാതകികളെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിച്ചത്. കൊലയാളി സംഘത്തിൽപ്പെട്ട വള്ളിക്കുന്ന്, പുല്ലാണി, അപ്പു, ബാബു, കുട്ടാപ്പു എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ഇവരുടെ ആരുടെയും യഥാർത്ഥ പേരുവിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 4 പേരാണ് ബൈക്കിലെത്തി ഫൈസലിനെ വെട്ടിക്കൊന്നത്. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഇതോടെ കേസിൽ മൊത്തം 10 പേർ അറസ്റ്റിലായി. എന്നാൽ പിടിയിലായവരെല്ലാം RSS പ്രവർത്തകരും. എന്നാൽ സംഭവത്തെപ്പറ്റി പ്രതികരിക്കാൻ സ്ഥലത്തെ RSS BJP നേതൃത്വങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല.